സംഗീതത്തിൻ്റെ മേഖല നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സർപ്പമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർപ്പത്തിന് വേണ്ടി തന്നെ അല്ലെങ്കിൽ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു സംഗീത രാഗം അവർക്ക് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പും നാഗവരാളി എന്നാണ് നമ്മൾ അതിനെ പറയപ്പെടുക. അപ്പോൾ ഈ രാഗം കേൾക്കുമ്പോൾ പൊതുവായിട്ട് അതിനെ പ്രത്യേകത വെച്ചാൽ മകുടിയുടെ ഒരു ശബ്ദമാണ്. അതായത് മകുടി വെച്ച് പാമ്പിനെ ഇങ്ങനെ വിളിക്കുന്ന പോലത്തെ ഒരു ശബ്ദമാണ് പുംനാഗവരാളിക്കുള്ളത്. അപ്പോൾ ഈ രാഗം കേൾക്കുമ്പോൾ പാമ്പുകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു എന്നും അതിനനുസരിച്ച് അവർ ആ ശിരസ് അനുസരിച്ച് താളത്തിൽ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഓരോ രാഗങ്ങളും അതാത് സ്പന്ദവിശേഷങ്ങളെയാണ് കാണിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ രാഗത്തിലുള്ളൊരു പാട്ടാണ് മണിക്കുയിലേ മണിക്കുയിലേ എന്ന് പറഞ്ഞിട്ടുള്ള കലാഭവൻ മണിയും ഒക്കെ ഉള്ളൊരു സിനിമയിലത്തെ പാട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് അതിൻ്റെ ഒരു ഈണം. അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ഈണം കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഒരു സർപ്പമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഈണം. അപ്പോൾ ഇതൊക്കെ പ്രാചീനരായിട്ടുള്ള ഋഷിമാർ നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ്. അതായത് ഓരോ സ്പന്ദങ്ങളും ഏതേതൊക്കെ ദേവതാ സ്വരൂപങ്ങളായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളവർ കാര്യങ്ങൾ ഒരു കാലഘട്ടം വരെയുള്ള ആൾക്കാർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു രാഗം പോലും നമുക്കുണ്ട് എന്നുള്ളത് ഭാരതീയ സംഗീതത്തെ സംബന്ധിച്ച് വളരെ ശോഭിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്.